2020 ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി 21 വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു അമേരിക്കക്കാരൻ റീഷെയർ ചെയ്തുകൊണ്ട് കുറിച്ചു. അപ്പോൾ എങ്ങനെയുള്ള മേയറെയാണ് ന്യൂയോർക്ക് നഗരത്തിന് ആവശ്യം? ഞാൻ പറയുന്നു, ആര്യയെപ്പോലുള്ളവരെ. അന്ന് ആ വാക്കുകൾ പറഞ്ഞ അതേ വ്യക്തി സൊഹ്റാൻ മംദാനി ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ന്യൂയോർക്ക് രാഷ്ട്രീയത്തിലെ സീനിയർമാരെയും പണക്കൊഴുപ്പിൽ അധികാരം കൈയടക്കുന്ന നേതാക്കളെയും തോൽപ്പിച്ച് ഇന്ത്യൻ കുടിയേറ്റക്കാരൻ കൂടിയായ 33 വയസ്സുള്ള സൊഹ്റാൻ മംദാനി ഇപ്പോൾ ന്യൂയോർക്കിന്റെ പ്രായം കുറഞ്ഞ മേയർ എന്ന പേരും വാങ്ങി അധികാരത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം നാമധാരി ജൂതർ തിങ്ങിപ്പാർക്കുന്ന ഇടത്തുനിന്ന് ഇസ്രായേൽ സയനിസ്റ്റ് അനുകൂലി കൂടിയായ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരാണ് മംദാനിയുടെ മാതാവ്. മീര നായർ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു മലയാളിയായി തോന്നുമെങ്കിലും പഞ്ചാബാണ് ഇവരുടെ സ്വദേശം. പിതാവ് ഗുജറാത്തി മുസ്ലിം വംശജനായ മഹ്മൂദ് മംദാനി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായ മംദാനി അമേരിക്കൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന പരമ്പരാഗത ശക്തികളോടും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാര വ്യാമോഹത്തോടും കടുത്ത എതിർപ്പാണ് പുലർത്തിയത്. ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കുടിയേറ്റക്കാർക്കും തൊഴിൽ വർഗ്ഗങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന ശക്തമായ മുഖമായി മംദാൻ മാറിയിരിക്കുന്നു. We have won because New Yorkers have stood up for a city they can afford. ന്യൂയോർക്ക് ഡെമോക്രാറ്റിക് മേയർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ മംദാനി ആദ്യ റൌണ്ടിൽ 93% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 43.5% വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു. അതേസമയം ക്യൂമോയ്ക്ക് ലഭിച്ചത് 36.4% വോട്ടുകൾ മാത്രം. ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നതിനെ തുടർന്ന് 2021 രാജിവെച്ച് പോയതിനുശേഷം രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ നിർണായക ഘട്ടമായിരുന്നു ക്യൂമോയ്ക്കിത്. എന്നാൽ കുടിയേറ്റക്കാരനും ജനാധിപത്യ സോഷ്യലിസ്റ്റുമായ മംദാനി നേടിയ ശക്തമായ ലീഡ് രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വിജയം എതിർ സ്ഥാനാർത്ഥി ആൻഡ്രൂ ക്യൂമോയെയും അംഗീകരിക്കാൻ നിർബന്ധിതനാക്കി. ഇന്ന് അവന്റെ രാത്രിയാണ്. അവനത് അറിയിച്ചിരുന്നു. അവൻ വിജയിച്ചു. 67-കാരനായ ക്യൂമോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഡെമോക്രാറ്റിക് പ്രൈമറി മത്സരത്തിന്റെ അന്തിമ ഫലം ജൂലൈ 1 പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തെ നയിക്കുന്ന ആദ്യത്തെ മുസ്ലിം ഇന്ത്യൻ അമേരിക്കക്കാരനായ ഒരു മേയറാകും ഇദ്ദേഹം.